എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, അമ്പും വില്ലും, മിസൈല്, ആറ്റം ബോംബ് എല്ലാം വെറും നനഞ്ഞ പടക്കങ്ങളായി മാറി. കളി തുടങ്ങുന്നതിന് മുൻപ് സൈഡ് സ്ക്രീനിൽ എഴുതി കാണിച്ചത് ഇന്ത്യ 300 കടക്കുമോ എന്നതായിരുന്നു. അവിടെ നിന്നും ഒരു ഘട്ടത്തിൽ 100 കടക്കുമോ എന്ന സംശയം ഉണ്ടാക്കി. ആദ്യ പന്തിൽ തന്നെ അഭിഷേക് ശർമ്മയെ കൗശലപൂർവ്വം വീഴ്ത്തിയ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ടീമിനെ ഞെട്ടിക്കുന്നു. കണ്ണടച്ച് തുറക്കും മുൻപ് എല്ലാ സൂപ്പർ ഹീറോസും ഇന്ത്യക്ക് നഷ്ടമായി. വമ്പൻ തിരിച്ചുവരവ് നടത്തിയ ഇഷാന്ത് കിഷനും ഏതു സാഹചര്യത്തിലും പൊരുത്തപ്പെടുന്ന തിലക് വർമ്മയും അഭിഷേകിന് പിന്നാലെ കൂടാരം കയറി. അധികം വൈകാതെ തന്നെ ഗോൾഡൻ ഡക്കായി ശിവം ദുബെയും അവർക്ക് പിന്നാലെ പോകുന്നു. റിങ്കു സിംഗും സൂര്യകുമാർ യാദവും ഇന്ത്യയെ മുന്നോട്ട് നയിക്കും എന്ന തോന്നലുണ്ടാക്കി. പക്ഷേ ആ കൂട്ടുകെട്ടും അധികം നീണ്ടു നിന്നില്ല. ലോങ് ഓണിൽ ക്യാച്ച് നൽകി റിങ്കുവും കൂടാരം കയറി. വന്ന ഉടൻ തന്നെ ഒരു 4 അടിച്ചു തുടങ്ങിയ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയെ കരകയറ്റുമെന്ന് തോന്നിച്ചു. പക്ഷേ പാണ്ഡ്യയും അടുത്ത പന്തിൽ ക്യാച്ച് നൽകി പുറത്തായി. ആകെ വഴിയാധാരമായ ടീമും ക്രീസിൽ എല്ലാത്തിനും സാക്ഷിയായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും. പിന്നീട് വന്ന അക്ഷർ പട്ടേലിനെ കൂട്ടുപിടിച്ച് സൂര്യകുമാർ യാദവ് ഇന്ത്യയെ 100 കടത്തി. 100 കടന്നയുടൻ അക്ഷർ പട്ടേലും പുറത്താകുന്നു. ഒരറ്റത്ത് അപ്പോഴും സൂര്യകുമാർ യാദവ് പതിയെ സ്കോർ മുന്നോട്ട് ചലിപ്പിക്കുന്നു. 16ാമത്തെ ഓവറിൽ 23 റൺസ് കൂട്ടിക്കൊണ്ട് ഇന്ത്യൻ സ്കോർ 125 കടത്തുന്നു. അപ്പോഴും ഇന്ത്യൻ ആരാധകർ ചിന്തിച്ചിരുന്നത് ഒരു പക്ഷേ 180 കടക്കാൻ സാധിക്കുമോ എന്ന ചിന്തയായിരിക്കാം. ലെഗ് സൈഡിലെ ഷോട്ടുകൾ മാത്രം ആശ്രയിച്ചുകൊണ്ട് സൂര്യകുമാർ യാദവ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അതിനിടയിൽ 19ാമത്തെ ഓവറിൽ ഇന്ത്യയുടെ 7ാമത്തെ വിക്കറ്റും അർഷദീപിന്റെ രൂപത്തിൽ നിലംപതിക്കുന്നു. പക്ഷേ എങ്കിലും 150 കടക്കുമോ എന്ന് ഉറ്റുനോക്കിയിരുന്നവർക്കെല്ലാം തെറ്റി. സൂര്യകുമാർ യാദവിന്റെ അവസാന ഓവറിലെ രക്ഷാപ്രവർത്തനം ഇന്ത്യയെ 161 എന്ന മാന്യമായ സ്കോറിൽ എത്തിക്കുന്നു. ഈ 161 റൺസിൽ 84 റൺസും സൂര്യകുമാർ യാദവിന്റെ ബാറ്റിൽ നിന്നായിരുന്നു പിറന്നത്. ക്രീസിലെത്തിയ ബാക്കി 9 പേരും ചേർന്ന് നേടിയത് വെറും 77 റൺസ് മാത്രം. 4 സിക്സറുകളും 10 ഫോറുകളും സൂര്യകുമാർ യാദവിന്റെ ബാറ്റിൽ നിന്നും പിറന്നു. അക്ഷരാർത്ഥത്തിൽ ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ ആ ഇന്നിംഗ്സിന് വിളിക്കാം. USA പോലെ ഒരു ചെറിയ ടീമിനെതിരെ കഷ്ടപ്പെട്ട് റൺസ് നേടുന്നത് ശരിക്കും ആരാധകരെ ഒരുപാട് നിരാശപ്പെടുത്തിയിരിക്കാം. ഇന്ത്യൻ ഇന്നിംഗ്സിലെ 17ാമത്തെ ഓവറിലായിരുന്നു ആദ്യത്തെ ഒരു എക്സ്ട്രാ റണ്ണ് വൈഡിന്റെ രൂപത്തിൽ പിറന്നത്. അതിൽ നിന്നും എത്ര ഡിസിപ്ലിൻ ആയിട്ടാണ് അമേരിക്ക ബൗൾ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടക്കത്തിൽ തന്നെ വിട്ടുകളഞ്ഞ സൂര്യകുമാർ യാദവിന്റെ ക്യാച്ചിന് അമേരിക്കയ്ക്ക് വില കൊടുക്കേണ്ടി വന്നു. ആദ്യ ഓവറിൽ വൈഡിന്റെ രൂപത്തിൽ 2 റൺസ് എടുത്ത് അമേരിക്ക ബാറ്റിംഗ് തുടങ്ങി. സിറാജിന്റെ ഓവറിൽ ഒരു പടുകൂറ്റൻ സിക്സർ പറത്തി AGS ഗോസ് ഇന്ത്യയെ ഞെട്ടിച്ചു. എങ്കിലും അടുത്ത പന്തിൽ തന്നെ സിറാജ് ഗോസിനെ പുറത്താക്കുന്നു. 3ാമത്തെ ഓവറിൽ അർഷദീപും MD പട്ടേലിനെ 0 പുറത്താക്കി തുടക്കത്തിൽ തന്നെ കളിയിൽ പിടിമുറുക്കുന്നു. അടുത്ത ഓവറിൽ തന്നെ സിറാജ് 3ാമത്തെ വിക്കറ്റ് കൂടി വീഴ്ത്തിയപ്പോൾ ബൌളിംഗിൽ അമേരിക്ക കാണിച്ച വീര്യം ചോർന്നുപോയി തുടങ്ങി. അതോടെ ഒരു സാധാരണ ചെറിയ ടീമിന്റെ ലക്ഷണങ്ങൾ അമേരിക്ക കാട്ടിത്തുടങ്ങി. ആത്മവിശ്വാസമില്ലാത്ത പോലെ അവർ പതുക്കെ പതുക്കെ ഒഴുകി. റൺ റേറ്റ് കയ്യെത്താ ദൂരത്തേക്ക് അകന്നുകൊണ്ടിരുന്നു. സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി മികവിൽ അമേരിക്കയെ ഇന്ത്യ വരിഞ്ഞു മുറുക്കി. 4ാമത്തെ വിക്കറ്റ് വീഴാൻ 14ാം ഓവർ വരെ കാത്തിരിക്കേണ്ടി വന്നുവെങ്കിലും ഇന്ത്യ കളിയിൽ പിടിമുറുക്കി കഴിഞ്ഞിരുന്നു. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റും റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്കും കാട്ടിയ ബൗളർമാർ അമേരിക്കയെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഇന്ത്യൻ വംശജനായ ശുഭം പോരാട്ടവീര്യം പുറത്തെടുത്തു. പക്ഷേ അത് വിജയത്തിലെത്തിക്കാൻ മാത്രം പോന്നതായിരുന്നില്ല. 8 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺസിൽ അമേരിക്കൻ ഇന്നിംഗ്സ് അവസാനിച്ചു. ബൂമറയുടെ പകരക്കാരനായി എത്തിയ സിറാജ് 3 വിക്കറ്റ് വീഴ്ത്തി വീണ്ടും താൻ പകരക്കാരനാവേണ്ടവനല്ല എന്ന് തെളിയിക്കുന്നു. അമേരിക്കയെ പോലെ ഒരു ചെറിയ ടീമിനെതിരെ പൊരുതി ജയിക്കാനായിരുന്നു മുൻ ചാമ്പ്യന്മാർക്ക് വിധി. ഇന്ത്യയെ ഞെട്ടിച്ച അമേരിക്കൻ ടീമിന് ഉറപ്പായും തലയുയർത്തി അടുത്ത മത്സരത്തിലേക്ക് കടക്കാം.